സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യാന്ന് പറഞ്ഞാൽ അപ്പൊ ചോദിക്കും ഇതൊരു ഫിലോസഫി മാത്രം മതിയോ, ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞാൽ മതിയോ, അതിന് പ്രാക്ടിക്കൽ ആയിട്ടുള്ള സിറ്റുവേഷൻസ് വേണ്ടേ? ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം നമ്മുടെ ആറ്റിറ്റ്യൂഡ് മാറുക എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ ജെൻഡർ ന്യൂട്രൽ ആയിട്ട് പറയുമ്പോൾ ഇപ്പൊ സ്ത്രീകളെ മാത്രം ഉദ്ദേശിച്ച് പറയുമ്പോൾ നമ്മൾ പറയും എന്തായാലും ഒരു ഇൻകം സോഴ്സ് വേണം, ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആകാന്ന്. പക്ഷെ നേരെ മറിച്ച് മെന്നിനെ നോക്കിക്കഴിഞ്ഞാൽ അവർ മെജോറിറ്റി ആൾക്കാരും ഇൻഡിപെൻഡന്റ് ആയിരിക്കും. പക്ഷെ അവരെ എപ്പോഴും അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഒരു ഷർട്ട്, നല്ലൊരു ഷർട്ട് കണ്ട് ഇഷ്ടപ്പെട്ടത് വാങ്ങാൻ തോന്നിയ ഒരു വിചാരിക്കില്ല, മറ്റു പല ആവശ്യങ്ങളും അപ്പൊ അവരുടെ മൈൻഡിലേക്ക് വരും. അപ്പൊ അതവിടെ ക്യാൻസൽ ചെയ്യും. ഇപ്പൊ ചിലപ്പോൾ 1-2 ഷർട്ട് മാത്രം ഇട്ട് നടക്കുന്നവരുണ്ടാവാം, തങ്ങളുടെ മറ്റു പല ഇഷ്ടങ്ങളും വേണ്ടാന്ന് വെക്കുന്ന ആൾക്കാരുണ്ടാവാം. അതുപോലെ തന്നെ ജെൻഡർ ന്യൂട്രൽ ആയിട്ട് പറയുമ്പോൾ പിന്നെ ബേസിക് ആയിട്ട് നമുക്ക് വേണ്ട പ്രാക്ടിക്കൽ ആയിട്ട് സിറ്റുവേഷൻസ് വേണം. അതിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ്. നമുക്ക് സ്വന്തമായിട്ട് വരുമാനം ഉണ്ടാവുക, ആരോടും ചോദിക്കാതെ നമുക്കൊരു കാര്യം, ഒരു ഇഷ്ടം തോന്നുമ്പോൾ അത് വാങ്ങുക, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് പോകാൻ ആഗ്രഹിക്കുമ്പോൾ പോവുക. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കുക. ലൈസൻസ് ഉണ്ടായാൽ മാത്രം പോരാ, വണ്ടി ഓടിച്ചു പോകാനുള്ള ധൈര്യവും എപ്പോ വേണമെങ്കിലും, അത് രാത്രിയായാലും പകലായാലും നമുക്കൊരു സ്ഥലത്ത് പോകണമെന്ന് ആഗ്രഹിച്ചാൽ അവിടെ പോകാനുള്ള ഒരു ധൈര്യം, ഒരു വണ്ടിയും ഉണ്ടായിരിക്കുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടന്റ് തന്നെയാണ്. പിന്നെ നമ്മുടെ സിറ്റുവേഷൻസ് നമുക്കാണ് അറിയാം. അപ്പൊ അതിനനുസരിച്ച് നമ്മുടെ സിറ്റുവേഷൻസിനെ മാറ്റാനുള്ള പ്രാക്ടിക്കലി നമ്മൾ മൂവ് ചെയ്യണം. ഇപ്പൊ നമ്മുടെ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ആയാൽ മാത്രമേ നമുക്ക് പ്രാക്ടിക്കൽ സിറ്റുവേഷൻസിന് അതിനനുസരിച്ചുള്ള പോസിബിലിറ്റീസ് കാണിക്കും, അതിനനുസരിച്ച് മാറ്റാൻ തീർച്ചയായും കഴിയും. നമുക്ക് തോന്നാണ് എന്റെ സിറ്റുവേഷൻസ് ഇതല്ലേ. അപ്പൊ സെൽഫ് ലവ് എന്നൊക്കെ പറഞ്ഞ സെൽഫ് ലവും സെൽഫ് റെസ്പെക്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മളെ നല്ല ഭംഗിയായിട്ട് നോക്കേണ്ട ഉത്തരവാദിത്വം നമുക്ക് തന്നെയാണ്. അപ്പൊ നമ്മുടെ ആറ്റിറ്റ്യൂഡ് മാറിക്കഴിഞ്ഞാൽ നമ്മൾ അതിനനുസരിച്ചുള്ള പോസിബിലിറ്റീസ് കണ്ടെത്തുകയും അതിനനുസരിച്ച് മൂവ് ഓൺ ചെയ്യുകയും ചെയ്യുന്നുള്ള കാര്യത്തിൽ തീർച്ചയാണ്. അപ്പൊ എല്ലാവർക്കും എന്തുണ്ടാവുക, സെൽഫ് റെസ്പെക്റ്റും സെൽഫ് ലവും ഉണ്ടാവുക. അപ്പൊ നമുക്ക് നമ്മുടെ കൂടെയുള്ളവരെയും സ്നേഹിക്കാനും സന്തോഷിപ്പിക്കാനും ഒക്കെ കഴിയും.